ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ BCOS 185 ഓൺട്രപ്രണർഷിപ്പിൻ്റെ ഒരു എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് പറയുകയുണ്ടായി നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു, അവർക്ക് എക്സാമിൽ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ അവർക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് BCOS 186 നമുക്ക് അടുത്ത കോമൺ ആയിട്ട് വരുന്ന പ്രധാനപ്പെട്ടുള്ള ഒരു പേപ്പറാണ് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന, ഒന്നുമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ കോമൺ ആയിട്ട് നമ്മളുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു സിമ്പിൾ പേപ്പറാണ് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറഞ്ഞത്. നമുക്കറിയാവുന്നതാണ് പേഴ്സണൽ സെല്ലിംഗ് എന്താന്നുള്ളത്. എന്താണ്? സാധനങ്ങൾ വാങ്ങുന്നതിനെ അല്ലെങ്കിൽ വിൽക്കുന്നതാണല്ലേ ആ ഒരു സെല്ലിംഗ് പ്രോസസ്സിൽ വരുന്നത്. ഒരാൾ വാങ്ങുന്നു, മറ്റൊരാൾ വിൽക്കുന്നു, അതാണ് സെല്ലിംഗ് പ്രോസസ് വരുന്നത്. ദ ഹാവ് എ ബയ്യർ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു സെല്ലർ ഉണ്ടാവും. ഒരു സെല്ലറും ബയ്യറും കൂടിയാണ് എവിടെ ഉണ്ടാവുക, സെല്ലിങ്ങിൽ ഉണ്ടാവുക. ഇതൊരു പേഴ്സണൽ സെല്ലിംഗ് ആകുമ്പോഴോ ഒരു വ്യക്തി എന്ത് ചെയ്യാണ്, ഒരു ഷോപ്പിലെ ഒരു ഫാഷൻ ഷോപ്പിലൊക്കെ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിന്റെ ഷോപ്പിൽ ഈ ഡ്രസ്സ് കൊള്ളാം സാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മാം എന്ന് പറഞ്ഞു നമുക്ക് ആ ഡ്രസ്സ് വിൽക്കും. അതാണ് ശരിക്കും ഒരു പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞത്. നമ്മുടെ ഇന്നത്തെ ഡിജിറ്റൽ എറയിലോട്ട് വന്ന സമയത്ത് ഈ പേഴ്സണൽ സെല്ലിങ്ങിന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും എന്താണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണം. അപ്പോൾ ഈ പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്ന വരുന്ന എക്സാമിലോട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു 5 വർഷത്തെ 2 എക്സാമിൽ വെച്ച് 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ഈ ഒരു സെഷൻ ചെയ്യുന്നത്. അപ്പം എല്ലാവരും കൃത്യമായിട്ട് വാച്ച് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ക്ലാസ് കാര്യങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സും ആഫ്റ്റർ എക്സാമിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സും ഇനി ഏതൊക്കെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നത് എന്ത് ചെയ്യുക, കമന്റിലൂടെ അറിയിക്കാം. അതോടൊപ്പം തന്നെ ഇതിന്റെ നോട്ട്സ് കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യായിരിക്കും, ഈ ഒരു വീഡിയോന്റെ താഴെ ഒരു നമ്മുടെ കമ്മ്യൂണിറ്റി ചാനൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കാരെ അതിൽ ജോയിൻ ചെയ്യണം. നമ്മുടെ ക്ലാസ് എൻഡ് ചെയ്തതിന് ശേഷം ഇതിന്റെ നോട്ട്സ് കാര്യങ്ങൾ കമ്മ്യൂണിറ്റി ചാനലിലൂടെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഇതാണ്, വാട്ട് ഈസ് പേഴ്സണൽ സെല്ലിംഗ്? എന്താണ് പേഴ്സണൽ സെല്ലിംഗ്? ഡിസ്ക്രൈബ് ഇറ്റ്സ് നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഇൻ ദ മോഡേൺ ബിസിനസ് എൻവയോൺമെന്റ്. ഒരു കുറച്ച് കാര്യങ്ങളായിട്ട് 20 മാർക്കിനാണ് ഇത് പോകുന്നത്. പക്ഷെ ഇതിന്റെ സ്കീം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇതിന്റെ സ്കീം എന്ന് പറയുന്നത്? 5 + 5 + 10 ആണ് ഇതിന്റെ എന്തെന്ന് സ്കീം വരുന്നത്. അപ്പൊ പേഴ്സണൽ സെല്ലിംഗ് എന്താണ്, അതിന്റെ നേച്ചർ എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് എന്താണ് പേഴ്സണൽ സെല്ലിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പൊ എന്താണ് പേഴ്സണൽ സെല്ലിംഗ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് നോക്കാം. നോക്കൂ, എന്താണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്? പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ് ആണ്. ഇറ്റ്സ് എ പ്രോസസ് where a salesperson identify and qualify prospects, approach them and make a presentation, handles objections and close the sale. എന്താണ് പറയുന്നത്? നമ്മളുടെ ഷോപ്പിലോട്ട് ഒരാൾ കയറി വരുന്നു, ഞാനൊരു സെയിൽസ് പേഴ്സൺ ആണ്, ഞാൻ അയാളെ ഹാൻഡിൽ ചെയ്യാൻ ചെല്ലുകയാണ്, അയാളെ ഞാൻ എന്ത് ചെയ്തു, അപ്രോച്ച് ചെയ്തു. അതാണ് പ്രോസ്പെക്ട്സിനെ നമ്മൾ ക്വാളിഫൈഡ് ഉള്ള പ്രോസ്പെക്ട്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു. അതിനുശേഷം അവർക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നു. അവർക്ക് ഷർട്ട് വേണമെന്ന് പറഞ്ഞ ഷർട്ട് കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് എന്ത് അവരുടെ സൈസിനുള്ളത് പ്രസന്റ് ചെയ്ത് കൊടുക്കുന്നു. അവർ പറയാം ഇതിന്റെ മെറ്റീരിയൽ പെട്ടെന്ന് കയറും, ഇല്ല മാം ഇത് നല്ല കമ്പനിയാണ്, നമുക്ക് ഏറ്റവും സെല്ലിംഗ് ആയ മൂവിംഗ് ഉള്ള കമ്പനിയാണെന്ന് പറഞ്ഞാൽ അവരുടെ ഒബ്ജെക്ഷൻസ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നു. അവിടെ സെയിൽ ഞാൻ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തിട്ട് അവർക്ക് ആ ഒരു സാധനം എന്ത് ചെയ്യുന്നു, ഞാൻ സെല്ല് ചെയ്യുകയാണ് അല്ലേ. ദാറ്റ് ഈസ് പേഴ്സണൽ സെല്ലിംഗ്. നമ്മൾ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ റിയൽ ലൈഫിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ആലോചിക്കണം. അപ്പോഴേ നമുക്കിത് എക്സാം എഴുതാൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ പഠിച്ചു, എക്സാം എഴുതി ഓൺ ദ സ്പോട്ടിൽ മറന്നു, പിന്നെ നമുക്ക് അവിടെ ഒന്നും ആലോചിക്കാം. ഇവിടെ ശ്രദ്ധിക്കൂട്ടോ, അവിടെ എന്ത് ചെയ്തു, അത് മറന്നു, നമുക്കൊന്നും നോക്കാനില്ല. ബട്ട് അതേസമയം ഈ കാര്യം നമ്മൾ നമ്മുടെ ലൈഫുമായി ലിങ്ക് ചെയ്തിട്ടാണ് പഠിക്കുന്നത് എങ്കിൽ എന്താ സുഖം, നമുക്കിത് ഇവിടെ മാത്രമല്ല, നാളെ നമ്മളൊരു ഷോപ്പിൽ പോകുമ്പോൾ അവിടെ ഒരു സെല്ലിംഗ്, ഇത് പേഴ്സണൽ സെല്ലിംഗ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോഴല്ല, നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ലൈഫിൽ ഉപയോഗിക്കാൻ കൂടി വേണ്ടിയിട്ട് വേണം പഠിക്കാൻ. അല്ലാതെ എന്താ ജസ്റ്റ് ഒരു എക്സാം പർപ്പസിന് വേണ്ടി പഠിക്കരുത് കേട്ടോ.
അപ്പോൾ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? പ്രസന്റേഷൻ ചെയ്യുന്നുണ്ട്, അവരുടെ ഒബ്ജക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ആ സെയില് ക്ലോസ് ചെയ്യുന്നുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഓഫ്റ്റൻ ഡിസ്ക്രൈബ് ആസ് two-way communication between a buyer and seller. ഒരു പേഴ്സണൽ സെല്ലിംഗിൽ രണ്ടാൾക്കാരുണ്ടാവും, ഒരു ബയ്യറും ഉണ്ടാവും സെല്ലറും ഉണ്ടാവില്ല. ആരൊക്കെ ഉണ്ടാവും? ബയ്യറും സെല്ലറും ഉണ്ടാവും. അപ്പോൾ ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞത്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടു-വേ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആണ് അല്ലേ? എന്താണ്? ഇതൊരു ടു-വേ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ബയ്യറും ഉണ്ടാവും, അതുപോലെ തന്നെ സെല്ലറും ഉണ്ടാവും. എന്താ ടു-വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊന്നായിരുന്നു ഇതിൽ തന്നെ നമുക്ക് കാരണം സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഉള്ളത്. അടുത്ത പേഴ്സണൽ സെല്ലിങ്ങിന്റെ നേച്ചർ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. എന്തൊക്കെയാണ് നമ്മുടെ പേഴ്സണൽ സെല്ലിങ്ങിന്റെ നേച്ചർ, എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? നോക്കൂ, ഇറ്റ്സ് ആൻ ആർട്ട് ആൻഡ് സയൻസ്. എന്താണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ? ഒരേ സമയം ആർട്ടും ആണ്, അവിടെ സയൻസും ഉണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത്? It is an art because it requires creativity, ability to tailor unique presentation for each customer. 100 പേര് കയറി വന്നാലും ഞാൻ ഒരേ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് വലിയ സെയിൽസോ മൂവ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. 100 പേരെ 100 അപ്രോച്ചസിലൂടെയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? മീറ്റ് ചെയ്യുന്നത് എങ്കിൽ എനിക്ക് നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഒരാളെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പം ആ ക്രിയേറ്റിവിറ്റി എനിക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എനിക്ക് ഈ ഒരു സെയിൽസ് പ്രസന്റേഷൻ കറക്റ്റ് കൊണ്ടുപോകാനും അവിടെ ഒബ്ജക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പേഴ്സണൽ സെല്ലിംഗ് അല്ലെങ്കിൽ സെയിൽസ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, ഒരു കലയാണ്. അല്ലാതെ എല്ലാവർക്കും പോയി ചെയ്യാന്ന് വരില്ല. നമ്മൾ 100 പേര് എന്തായിരിക്കും സെയിൽസ് പേഴ്സൺസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾക്ക് ഞാനിപ്പോൾ 5 കസ്റ്റമേഴ്സിനാണ് ഡീൽ ചെയ്യുന്നത്. ചില ആൾക്കാരുണ്ടാവും 100 കസ്റ്റമേഴ്സ്. പിന്നെ അവരെ ആ ഒരു ഷോപ്പിക്ക് വരുമ്പോൾ ആ വ്യക്തി ഉണ്ടോ, അയാൾ അവിടെ ഉണ്ടോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അതിനർത്ഥം എന്താണ്? അയാളൊരു ആർട്ട്, ഒരു കലാകാരനാണ്. അപ്പോൾ ഒരു പേഴ്സണൽ സെല്ലറുടെ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സെല്ലിങ്ങിന്റെ ഏറ്റവും ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നേച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആർട്ടാണ്. അതോടൊപ്പം ഇവിടെ എന്തുണ്ട്? ഒരു സയൻസ് കൂടി ഉണ്ട്. എന്താണ് സയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിലൂടോ അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിലൂടോ കേട്ടോ. എന്താണ് ഇതിന്റെ നേച്ചറിൽ പറയുന്ന സയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? It's a science because it applies principles of consumer behavior and the psychological selling stages. എന്താണ് പറയുന്നത്? ഇതിൽ എന്തുപയോഗിക്കുന്നുണ്ട് എന്നാ പറയുന്നത്? സയൻസ് ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാണ്? കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയർ. കൺസ്യൂമർ എന്ന് പറയുന്നത് ഉപഭോക്താവ്. ഓരോ ഉപഭോക്താവിൻ്റെ ഓരോ കസ്റ്റമേഴ്സിന്റെയും ബിഹേവിയർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. എന്റേതും അർഷദിന്റെയും അലന്റെയും ഫാസിലയുടെയും സിനാന്റെയും എല്ലാവരുടെയും ബിഹേവിയർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ 5 പേര് മാത്രം എടുക്കുമ്പോൾ നമ്മുടെ 5 പേരുടെയും ബിഹേവിയർ എന്താണ്? ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ 5 പേരെയും ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഓരോ കസ്റ്റമറിന്റെ ബിഹേവിയർ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാനുള്ള പ്രിൻസിപ്പിൾസ് കാര്യങ്ങൾ നമുക്ക് അറിയുകയും വേണം. അത് നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യുകയും വേണം. ഒപ്പം സൈക്കോളജിക്കൽ ആയിട്ടുള്ള സെല്ലിംഗ് ആയിട്ടുള്ള സ്റ്റേജസിലൂടെ നമ്മൾ കടന്നു പോവുകയും വേണം. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ആർട്ടുമാണ് സയൻസുമാണ്. ക്രിയേറ്റിവിറ്റി വേണം, സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും വേണം. അതാണ് അതിന്റെ ഫസ്റ്റത്തെ നേച്ചർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യമാണ് ഹ്യൂമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എന്താ ഹ്യൂമർ റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോക്കൂ, ഇറ്റ് ഫോക്കസ് ഓൺ ബിൽഡിംഗ് ദ ലോങ് ടേം റിലേഷൻ റാദർ ദാൻ ജസ്റ്റ് വൺ ടൈം ട്രാൻസാക്ഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുക, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ഷോപ്പ്, നമ്മളോട് അവിടെ XYZ എന്ന് പറഞ്ഞ ഷോപ്പ്, അവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ടാവും, പിന്നെ PROകൾ ഉണ്ടാവും, നമുക്ക് എന്തെങ്കിലും സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും, നമുക്ക് തരുന്ന സെയിൽസ് സ്റ്റാഫുകൾ ഉണ്ടാവും. ഇവരൊക്കെ മാനേജ് ചെയ്യാനൊക്കെ കുറേ ആൾക്കാരുണ്ടല്ലേ. എന്തിനു വേണ്ടിയാണ് ഇവർ കസ്റ്റമർ ഇത്ര വാല്യൂ കൊടുക്കുന്നത്? ലോങ് ടേം റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനാ. വൺ ടൈം പർച്ചേസിനാണെങ്കിൽ നമ്മൾ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് പോരും. നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കസ്റ്റമർ ബിഹേവിയർ കസ്റ്റമർ സപ്പോർട്ട് നമ്മൾ വാങ്ങിപ്പോരും. പക്ഷെ അവിടെ അത്രയും ഇതിൽ നമ്മൾ നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലോങ് ടേം റിലേഷൻഷിപ്പിലെ ഹ്യൂമർ റിലേഷൻഷിപ്പ് കെപ്റ്റ് ചെയ്യാൻ വേണ്ട. അപ്പൊ നമ്മുടെ പേഴ്സണൽ സെല്ലിങ്ങിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ലോങ് ടേം റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഹ്യൂമർ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നുള്ളത്. കാരണം എന്താണ്? റിപ്പീറ്റഡ് ആയിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആവശ്യമാണ്. അതാണ് മറ്റൊരു എന്തെന്ന് പറയുന്നത്, അതിന്റെ നേച്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ക്ലയന്റ് പ്രോഫിറ്റ് പ്ലാനിങ്. എന്താണ് ക്ലയന്റ് പ്രോഫിറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്?
ഇൻ ഇൻഡസ്ട്രിയൽ B2B selling, in industrial selling, salesperson work as a consultant, share information about and research and development and finance to help the client's business succeed, which turns ensure the seller's profit. എന്താണ് പറയുന്നത്? സെല്ലേഴ്സിന്റെ പ്രോഫിറ്റ് എൻഷുർ ചെയ്യുന്നത് ശരിക്കും ആരാണ്? നമ്മുടെ സെയിൽസ് പേഴ്സൺസ് ആണ്. ഇവര് ഇന്നത്തെ കാലത്ത് ഇന്ന മോഡേൺ എറയിൽ ഇവർ ജസ്റ്റ് വന്നിട്ട് ഒരു സാധനം വിൽക്കല. ഇവര് കൃത്യമായിട്ട് ഒരു പ്രൊഡക്റ്റിന്റെ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ ക്ലയന്റിനോട്ടിൽ എന്ത് ചെയ്യാണ് കൈമാറ്റം ചെയ്യുകയും ക്ലയന്റിനെ കൊണ്ട് അത് വാങ്ങിപ്പിക്കുകയും ചെയ്യുക. അതിലൂടെ എന്താണ് ഉണ്ടാവുന്നത്? കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ്സ് കാര്യങ്ങൾ ആർക്ക് ഉണ്ടാക്കാണ്? അതിന്റെ സെല്ലർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതാണ് എന്തെന്ന് പറയുന്നത്? ക്ലയന്റ് പ്രോഫിറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മളുടെ എന്ത് പറയുന്നത് പ്രധാനപ്പെട്ടുള്ള നേച്ചർ എന്ന് പറഞ്ഞത്, നേച്ചർ ഓഫ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 5 മാർക്കാണ് ഇവിടെ. ഡിസ്ക്രൈബ് ഇറ്റ്സ് നേച്ചറിന് 5 മാർക്ക്, ഇവിടോട്ട് വരുന്ന സമയത്ത് 10 മാർക്ക്. എന്താണ് മോഡേൺ ബിസിനസ് എൻവയോൺമെന്റിൽ പേഴ്സണൽ സെല്ലിങ്ങിന്റെ എന്തെന്ന് പറയുന്നത്? അതിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള അതിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മോടുള്ള ചോദ്യം. അപ്പൊ നമ്മൾ അത് കണ്ടിട്ട് തന്നെ വേണം എന്ത് ചെയ്യണേ അതിനെ ആൻസർ ചെയ്യാൻ വേണ്ടി. 10 മാർക്കിനുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ആൻസർ ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സിഗ്നിഫിക്കൻസ് എന്നുള്ളത്. വാട്ട് ആർ ദ മെയിൻ സിഗ്നിഫിക്കൻസ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലിംഗ് ഇൻ ദ മോഡേൺ ബിസിനസ് എൻവയോൺമെന്റ്. ശ്രദ്ധിക്കണേ, മോഡേൺ ബിസിനസ് എൻവയോൺമെന്റിലാണ്, നോർമലി അല്ല ചോദിച്ചിരിക്കുന്നത്. സിഗ്നിഫിക്കൻസ് സെയിൽസ് പേഴ്സന്റെ സിഗ്നിഫിക്കൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, കസ്റ്റമർ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി, ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒക്കെ നമുക്ക് എഴുതാം. പക്ഷെ മോഡേൺ ബിസിനസ്സിൽ എന്താണെന്നുള്ളതാണ്, മോഡേൺ ബിസിനസ് എൻവയോൺമെന്റിൽ എന്താണെന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പൊ നമ്മൾ ഇപ്പോ നേച്ചർ പറഞ്ഞപ്പോ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, 2-വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. റിലേഷൻഷിപ്പ് ഓറിയന്റഡ് ആണ്, ഗോൾ ഓറിയന്റഡ് ആണ്, ഫ്ലെക്സിബിൾ ആയിട്ടൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അതിന്റെ സിഗ്നിഫിക്കൻസിലോട്ട് വരികയാച്ചാൽ ഫസ്റ്റ് ദ സെയിൽസ് ഫോഴ്സ് ഈസ് ദ മെയിൻ റവന്യൂ ജനറേറ്റർ ഓഫ് എനി ബിസിനസ്. ഏതൊരു ബിസിനസിനെ സംബന്ധിച്ചും അതിന്റെ റവന്യൂ ജനറേറ്റർ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഈ സെയിൽസ് പേഴ്സൺ ആണ്. അപ്പോൾ നമുക്ക് ഫീഡ്ബാക്സ് കിട്ടണം. കാരണം നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് സെയിൽ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? കസ്റ്റമേഴ്സ് വേണം. കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടത് അറിയണം. എങ്കിൽ നമുക്ക് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫീഡ്ബാക്സ് കിട്ടുന്നതിനുള്ള പ്രധാനപ്പെട്ടുള്ള ലിങ്ക് ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ സെയിൽസ് പേഴ്സൺസ് എന്ന് പറയുന്നത്. ദ സെയിൽസ് പേഴ്സൺസ് ആക്ട് ആസ് എ ബ്രിഡ്ജ് പ്രൊവൈഡിങ് കമ്പനി വിത്ത് വൈറ്റൽ മാർക്കറ്റ് ഇൻഫർമേഷൻ ആൻഡ് കസ്റ്റമർ ഫീഡ്ബാക്സ്. മാർക്കറ്റിൽ ഏത് പ്രൊഡക്റ്റിനാണ് ഇപ്പോൾ കൂടുതലുള്ളത്, എന്താണ് മാർക്കറ്റിലെ ഒരു ട്രെൻഡ്, ഇപ്പം എല്ലാവരും എന്താണ് ചോദിച്ചു വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ട് എന്നുള്ളതാണ്. സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. ഇത് ഇല്ലെങ്കിൽ എന്താണ്, ഇത് ഉണ്ടെങ്കിൽ എന്താണ് ഗുണം. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലക്ഷ്യങ്ങളാണ്. എന്തിനാണ് പേഴ്സണൽ സെല്ലിംഗ് നടത്തുന്നതിന്റെ ലക്ഷ്യങ്ങളാണ്. സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ബെനഫിറ്റ്സുകളാണ് സിഗ്നിഫിക്കൻസിൽ വരിക കേട്ടോ. അപ്പോൾ ഫീഡ്ബാക്സ് കാര്യങ്ങൾ കിട്ടുന്നതിനുള്ള ഏറ്റവും വലിയ ലിങ്ക് ആണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ എന്തായിട്ട് പറയുന്നത് നമ്മുടെ പേഴ്സണൽ സെല്ലിംഗ് എന്ന്. ഫീഡ്ബാക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കസ്റ്റമറുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതാണ് നമ്മളുടെ ഇവിടെ പറയുന്നത്. അതായത് പേഴ്സണൽ സെല്ലിംഗിൽ പറയുന്ന സമയത്ത് അതിന്റെ പ്രധാനപ്പെട്ടുള്ള റവന്യൂ ജനറേറ്റർ ആണ്, പിന്നെ ഫീഡ്ബാക്സ് ലിങ്ക് ആണ്, മറ്റൊന്ന് എഡ്യൂക്കേഷൻ ആണ്. ഇവരാണ് എന്ത് ചെയ്യുന്നുള്ളത് നമ്മളുടെ പ്രൊഡക്ട്സിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ അതൊക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. അതായത് ക്രിയേറ്റ് കസ്റ്റമർ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ സെയിൽസ് പേഴ്സൺ ആണ്. അതിലൂടെയാണ് ഇവരത് പർച്ചേസ് ചെയ്യാൻ തയ്യാറാകുന്നത്. പിന്നെ വേറെ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? സ്ട്രോങ് റിലേഷൻഷിപ്പ്, കസ്റ്റമേഴ്സുമായി ബന്ധപ്പെട്ട് സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന ആരാണ്? സെയിൽസ് പേഴ്സൺസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സെയിൽസ് റവന്യൂ അല്ലെ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് സെയിൽസ് പേഴ്സൺ ആണ്. പിന്നെ മാർക്കറ്റ് ഇൻഫർമേഷൻ നമ്മൾ പറഞ്ഞു, ഫീഡ്ബാക്സ് എങ്കിൽ പറഞ്ഞു. പിന്നെ നമുക്ക് കസ്റ്റമേഴ്സിന് ഒബ്ജെക്ഷൻസ് വരും. ഇതിലാരെക്കാളും വിലക്കുറവിൽ എനിക്ക് ഇത് അവിടുന്ന് കിട്ടുമായിരുന്നല്ലോ അല്ലെ, ഇതിലാറെ വിലക്കുറവിൽ എനിക്ക് ഈ സ്ഥലത്ത് നിന്ന് കിട്ടി, ഇത് ഇത്രയൊന്നും ഇല്ല, ഇതിന്റെ എത്ര ക്വാളിറ്റി ഉണ്ടോ, ഇങ്ങനത്തെ കുറേ ഒബ്ജെക്ഷൻസ് വരും. ഈ പ്രൈസിനുള്ള മുതലൊന്നും ഇതില്ല, അങ്ങനെ പല രീതിയിൽ നമ്മൾ പറയാണ്ടേ. അപ്പൊ ഈ ഒബ്ജെക്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും കൂടി ആർക്ക് സാധിക്കും? സെയിൽസ് പേഴ്സണ് സാധിക്കും. അതാ ഒബ്ജെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ടുള്ള ഒരു ലിങ്കാണ് ആരെന്ന് പറഞ്ഞത്? നമ്മുടെ പേഴ്സണൽ സെല്ലേഴ്സ് എന്ന് പറയുന്നത്.
ഇനി ന്യൂ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യണം. അതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരായിരിക്കും? ഈ പേഴ്സണൽ സെല്ല്. അവരെന്ത് ചെയ്യാണ്? പുതിയ ആൾക്കാർ കസ്റ്റമേഴ്സ് വരുമ്പോൾ ഈ പ്രൊഡക്ട്സ് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കും. പുതിയ പ്രൊഡക്റ്റിനെ അവർ പുഷ് ചെയ്യും. അപ്പോൾ പുതിയ പ്രൊഡക്ട്സ് കാര്യങ്ങൾ ലോഞ്ച് ചെയ്യുന്നതിലും ആരെ ഉപയോഗിക്കാൻ പറ്റും? പേഴ്സണൽ സെല്ലേഴ്സിന് ഉപയോഗിക്കാൻ. അപ്പോൾ ന്യൂ പ്രൊഡക്ട്സ് ലോഞ്ചിങ്ങിലൊക്കെ ഇവർക്ക് വൈറ്റൽ ആയിട്ടുള്ള റോൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ B2B മാർക്കറ്റിങ്ങിലടക്കം എന്തുണ്ട്? നമ്മുടെ പേഴ്സണൽ സെല്ലേഴ്സിന്റെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇതൊക്കെയാണ് പേഴ്സണൽ സെല്ലിങ്ങിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊന്ന് സമ്മപ്പ് ചെയ്ത് പറയുക, കസ്റ്റമറിന് നമുക്ക് നമ്മുടെ സിമ്പിൾ ലാംഗ്വേജിൽ പറയാം കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ഒന്ന് വിട്ടുകൊണ്ട് സിമ്പിൾ ലാംഗ്വേജ് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് അവയർനെസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സെയിൽസ് റവന്യൂ എന്ത് ചെയ്യുന്ന ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പ്രൊഡക്റ്റിന്റെ ഡെമോൺസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ന്യൂ പ്രൊഡക്ട്സ് ലോഞ്ചസിന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, B2B മാർക്കറ്റിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഏത് ഉപയോഗിക്കാൻ സാധിക്കും? നമ്മുടെ പേഴ്സണൽ സെല്ലിങ് ഉപയോഗിക്കാൻ സാധിക്കും. ഇതാണ് പേഴ്സണൽ സെല്ലിങ്ങിന്റെ എന്തെന്ന് പറയുന്നത്? നേച്ചറും ക്യാരക്ടറിസ്റ്റിക്സും ഒബ്ജക്റ്റീവ്സും സിഗ്നിഫിക്കൻസ് എന്നും പറയുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക കേട്ടോ.